ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു വലിയ വിപ്ലവത്തെക്കുറിച്ചാണ്. പ്രതിരോധ മേഖലയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു എന്ന്. എന്നാൽ ഇനി കഥ മാറാൻ പോവുകയാണ്. നമ്മുടെ ആകാശം കാക്കാൻ പോകുന്ന വിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ജെറ്റ് എഞ്ചിൻ ഇനി ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിലൂടെ വൻ ശക്തികൾ മാത്രം അടക്കി വാഴുന്ന ഒരു മേഖലയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചുവടുവെക്കുന്നത്. എന്താണ് ഈ ജെറ്റ് എഞ്ചിൻ? നോക്കാം. ഒരു കാറിന് അതിന്റെ എഞ്ചിൻ എത്രത്തോളം പ്രധാനമാണോ അതിനേക്കാൾ 100 ഇരട്ടി പ്രാധാന്യമുണ്ട് ഒരു യുദ്ധവിമാനത്തിന് അതിന്റെ ജെറ്റ് എഞ്ചിൻ. വിമാനത്തെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറത്താനും ആകാശത്ത് അതിസങ്കീർണമായ നീക്കങ്ങൾ നടത്താനും സഹായിക്കുന്നത് ഈ എഞ്ചിനാണ്. ഇതിനെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്രം എന്നാണ് ലോകം വിളിക്കുന്നത്. കാരണം ഈ എഞ്ചിനുള്ളിൽ പ്രവർത്തിക്കുന്ന താപനില എന്ന് പറയുന്നത് ലോഹങ്ങൾ പോലും ഉരുകിപ്പോകുന്ന അത്രയും ഭീകരമാണ്. അത്രയും ചൂടിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യ ലോകത്ത് ആകെ 5-6 രാജ്യങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ആ രഹസ്യവിദ്യ സ്വന്തമാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നത്. നേരത്തെ നമ്മുടെ രാജ്യം വിമാനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ അതിന്റെ എഞ്ചിൻ എപ്പോഴും വിദേശത്ത് നിന്നാണ് വന്നിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം തന്നെ ലഭിച്ചു. പ്രതിരോധ കാര്യങ്ങളിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ ജെറ്റ് എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയുടെ പുതിയ കേന്ദ്ര ബിന്ദുവായി മാറി. ഇതിനായി DRDO വലിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാഷണൽ എയ്റോ എഞ്ചിൻ ടെസ്റ്റ് കോംപ്ലക്സ് എന്ന പേരിൽ ഒരു കൂറ്റൻ പരീക്ഷണശാല ഇന്ത്യ സ്ഥാപിക്കാൻ പോവുകയാണ്. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ കഴിവുകളെ പുതിയ ഉയരങ്ങളിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. എന്താണ് ഈ പുതിയ പരീക്ഷണശാലയുടെ പ്രത്യേകത? ഇതുവരെ ഇന്ത്യക്ക് ഒരു ജെറ്റ് എഞ്ചിൻ പൂർണ്ണമായി പരീക്ഷിക്കാനുള്ള വലിയ സൗകര്യങ്ങൾ കുറവായിരുന്നു. എഞ്ചിന്റെ ഓരോ ഭാഗവും ഓരോ സ്ഥലത്താണ് പരീക്ഷിച്ചിരുന്നത്. എന്നാൽ പുതിയതായി വരുന്ന ഈ സമുച്ചയത്തിൽ ഫാൻ, കംപ്രസർ, ടർബിൻ എന്നിങ്ങനെ ഒരു ജെറ്റ് എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും ഒരൊറ്റ സ്ഥലത്ത് വെച്ച് തന്നെ പരീക്ഷിക്കാൻ സാധിക്കും. ഇത് സമയം ലാഭിക്കാൻ മാത്രമല്ല, എഞ്ചിന്റെ കൃത്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. എല്ലാ ടെസ്റ്റുകളും ഒരു കുടക്കീഴിൽ വരുന്നത് ഇന്ത്യയുടെ എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും വലിയൊരു ആശ്വാസമായിരിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വലിയ ഗെയിം ചേഞ്ചറായി മാറുമെന്നതിൽ സംശയമില്ല. നമ്മൾ പണ്ട് കാവേരി എഞ്ചിൻ എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങിയിരുന്നു. അന്ന് നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ പരാജയങ്ങളിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ വികസിപ്പിക്കുന്ന പുതിയ എഞ്ചിനുകളിൽ ആ പഴയ പാഠങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി നിർമ്മിക്കുന്ന MSEA എന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന് കരുത്തേകാൻ പോകുന്നത് ഈ തദ്ദേശീയ എഞ്ചിനുകളായിരിക്കും. വിദേശ എഞ്ചിനുകളെ മാത്രം വിശ്വസിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റം വരും. ഇതുകൊണ്ട് നമുക്ക് എന്ത് ലാഭമെന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ ഒരുപാടാണ്. ഒന്നാമതായി, വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ പണം നമ്മുടെ മണ്ണിൽ തന്നെ നിൽക്കും. രണ്ടാമതായി, യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾ നമുക്ക് സഹായം നൽകാൻ വിസമ്മതിച്ചാലും നമ്മുടെ വ്യോമസേന തളരില്ല. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം എഞ്ചിനുകളും സ്പെയർ പാർട്സുകളും ഉണ്ടാകും. മൂന്നാമതായി, ഈ മേഖലയിൽ വലിയൊരു തൊഴിൽ വിപ്ലവം തന്നെ നടക്കും. ആയിരക്കണക്കിന് എഞ്ചിനീയർമാർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും ഇവിടെ ജോലി ലഭിക്കും. ഇത് ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ ഗുണം ചെയ്യും. ഇന്ന് ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ ഭാരതത്തെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും ആദരവോടെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് പ്രവൃത്തികൾ കൊണ്ടാണ്. ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾക്കായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു ഭാരതമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലും പ്രതിസന്ധികളിലും നിൽക്കുമ്പോൾ ഭാരതം സ്വന്തമായി ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനും ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കാനും പദ്ധതിയിടുന്നു. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ മത്സരിക്കുകയാണ്. കാരണം അവർക്കറിയാം നാളെ ലോകത്തിന്റെ കരുത്ത് ഭാരതമാണെന്ന്. വിദേശ രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ പോലും ഇന്ന് ഇന്ത്യയുടെ ഈ കുതിപ്പിനെ കുറിച്ച് അത്ഭുതത്തോടെയാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ശാസ്ത്രജ്ഞർക്കും ഭരണകൂടത്തിനും ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നം ഇന്ന് ആഗോളതലത്തിൽ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. നമ്മൾ വിദേശത്ത് നിന്ന് വിമാനങ്ങൾ വാങ്ങാറുണ്ട്, പക്ഷേ അതിന്റെ എഞ്ചിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആ രാജ്യങ്ങൾ ഒരിക്കലും ഇന്ത്യക്ക് പറഞ്ഞു തരില്ല. ഇതിനെ ബ്ലാക്ക് ബോക്സ് ടെക്നോളജി എന്നാണ് വിളിക്കുന്നത്. അതായത് എഞ്ചിൻ കേടായാൽ പോലും അത് നന്നാക്കാൻ ആ വിദേശ കമ്പനിയുടെ ആളുകൾ തന്നെ വരണം.
ഇന്ത്യ സ്വന്തമായി ഇത് വികസിപ്പിക്കുന്നതോടെ മറ്റൊരു രാജ്യത്തിന്റെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല എന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സ് ലോകത്തിന് മുന്നിൽ ഉയർത്തും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഭാരതത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും എപ്പോഴും കുറ്റം പറയുന്നവർ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. വെറുതെ വാക്കുകൾ കൊണ്ടുള്ള അവകാശവാദങ്ങളല്ല ഇത്, കണക്കുകൾ നിരത്തിയുള്ള സത്യങ്ങളാണ്. മുൻപ് നമ്മുടെ രാജ്യം പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ക്യൂ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതം ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. വെറും 10 വർഷം മുമ്പ് നമ്മുടെ പ്രതിരോധ കയറ്റുമതി വെറും 686 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്നത് 23,000 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. 34 മടങ്ങ് വർധനവ്. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കണക്കാണോ? മോദി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ നവീകരണമാണ്. കാലങ്ങളായി നഷ്ടത്തിലായിരുന്ന ഈ മേഖലയെ 7 പൊതുമേഖലാ കമ്പനികളാക്കി മാറ്റി. അതിന്റെ ഫലമോ? നഷ്ടത്തിലോടിയിരുന്ന ഈ സ്ഥാപനങ്ങൾ ഇന്ന് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്നു. മാത്രമല്ല ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഭാരതം സ്വന്തമായി വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്നു. തേജസ് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഗർജിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ആത്മനിർഭർ ഭാരത് എന്ന ഉറച്ച കാഴ്ചപ്പാടുണ്ട്. പണ്ട് ആയുധ ഇടപാടുകളിൽ അഴിമതി കഥകൾ മാത്രം കേട്ടിരുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്നത് നമ്മുടെ മണ്ണിൽ വികസിപ്പിച്ചെടുത്ത മിസൈലുകളെ കുറിച്ചും ഡ്രോണുകളെ കുറിച്ചുമാണ്. അതുകൊണ്ട് വിമർശിക്കുന്നവർ ഇതൊന്നും മനസ്സിലാക്കുക. രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു ഭരണകൂടമാണ് ഇന്നുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ജെറ്റ് എഞ്ചിൻ പദ്ധതിയും അതിന്റെ ഭാഗമാണ്. ഇത് വെറും ഒരു പദ്ധതിയല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഭാരതം നടത്തുന്ന ഒരു ശക്തി പ്രകടനമാണ്. ഈ മാറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു എഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലയെ കുറിച്ചോ മാത്രമല്ല. ഇത് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളെ ചിറകിലേറ്റി പറക്കാൻ പോകുന്ന ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. ഒരു കാലത്ത് സാങ്കേതിക വിദ്യയ്ക്കായി വിദേശ രാജ്യങ്ങളുടെ വാതിലിൽ മുട്ടി നിന്നിരുന്ന ഭാരതം ഇന്ന് സ്വന്തം വഴി വെട്ടിത്തെളിയിക്കുന്നത് കാണുമ്പോൾ ലോകം അത്ഭുതപ്പെടുന്നത് സ്വാഭാവികമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾ വരും തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തെ മിടുക്കരായ എഞ്ചിനീയർമാർക്കും മറ്റും ഇനി വിദേശ കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോകേണ്ടി വരില്ല. അവർക്ക് സ്വന്തം മണ്ണിൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അത് നമ്മുടെ നാടിന്റെ ഓരോ കോണിലും എത്തിച്ചേരുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലൂടെ പ്രതിരോധ മേഖലയിൽ നാം നേടുന്ന ഈ സ്വയം പര്യാപ്തത സാമ്പത്തികമായും തന്ത്രപരമായും ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. സുഹൃത്തുക്കളെ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം ഇന്ന് ലഭിക്കുന്ന ഈ വലിയ ബഹുമാനം നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അമേരിക്കയും റഷ്യയും ഫ്രാൻസും ഒക്കെ ഭാരതത്തെയും നമ്മുടെ ഭരണകൂടത്തെയും പുകഴ്ത്തുന്നത് നമ്മുടെ ഈ വളർച്ച കണ്ടിട്ട് തന്നെയാണ്. ഇനി വരുന്ന കാലം ഇന്ത്യയുടേതാണ്. ആകാശത്ത് നമ്മുടെ സ്വന്തം എഞ്ചിനുകൾ ഗർജിക്കുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമായിരിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം നമ്മുടെ രാജ്യം കൈവരിക്കുന്ന ഓരോ നേട്ടവും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.